സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനോട് റോഷൻ ഒന്നിനുറക്കെ ഒന്നായിട്ട്, അതായത് ഒരു സീരീസ് കഴിയുമ്പോൾ അടുത്ത സീരീസ് എന്ന നിലയ്ക്ക് ഒരു സീരീസ് മാരത്തോൺ തന്നെയാണ് ഈ അടുത്തടുത്ത മാസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ മികച്ച സീരീസുകൾ കഴിയുന്നതോറും അടുത്തടുത്ത സീരീസുകൾ തന്നെ വന്നുകൊണ്ടിരിക്കും. ആ ഒരു സീരീസ് മാരത്തോണിൽ പെട്ടിപ്പോൾ അവസാനിച്ച ഒരു സീരീസാണ് ഫ്രം. നിങ്ങൾ എത്ര പേര് ഇത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയത്തില്ല. ഇപ്പോൾ സീസൺ 4 ആണ് ഇപ്പോൾ അവസാനമായിട്ട് എൻ്റെ ആയിട്ടുള്ളത്. സീസൺ 1 തൊട്ട് സീസൺ 4 വരെ ഇപ്പോൾ കണ്ടു തുടങ്ങാനായിട്ട് കറക്റ്റ് ടൈമാണ്. ഈ ഒരു മഴക്കാലത്തൊക്കെ കാണാൻ പറ്റുന്ന സീരീസുകൾ എന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യപ്പെടുന്ന സീരീസുകളുടെ കൂട്ടത്തിലുള്ള ഒരു ഐറ്റമാണ്. എന്തായാലും സീസൺ 4 പറ്റി തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് സംസാരിക്കാനുള്ളത്. അപ്പോൾ എന്തായാലും സമയം കളയുന്നില്ല, നേരെ കാര്യത്തിലേക്ക് കിടക്കാം. വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട്. ക്ഷമ എന്നുള്ളൊരു പരിപാടി ഒരു മനുഷ്യൻ്റെ ലൈഫിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എത്രമാത്രം ക്ഷമയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഷ്യൻസ് ലെവൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ സീസൺ 4 തീർച്ചയായിട്ടും കണ്ടുനോക്കാം. സ്കിപ്പ് ചെയ്യണമെന്ന് നിങ്ങളുടെ മൈൻഡ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഈ സീരീസ് മൊത്തം കണ്ടു തീർക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾ ലൈഫിൽ വേറെ എന്തിനേയും തരണം ചെയ്യും. അമ്മാതിരി പരിപാടിയാണ് സീരീസ് കാണിച്ചു വെച്ചിട്ടുള്ളത്. നെഗറ്റീവ് സെക്ഷനിൽ കൊട്ടിക്കിടക്കുവാണ് സീരീസിനെ പറ്റി പറയാനുണ്ട്. സോ അതിന് മുമ്പ് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് അഡ്രസ് ചെയ്ത് പോകാം. ടെക്നിക്കലി സീരീസ് ഹൈലി സൗണ്ടാണ്. ആദ്യത്തെ 3 സീസണുകൾ പോലെ തന്നെ ഈ സീസൺ 4ഉം അത് ഒട്ടും നിരാശപ്പെടുത്തിയിട്ടില്ല. ആ ഒരു ടൗൺ കൃത്യമായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ നേരിട്ട് പോയി വിസിറ്റ് ചെയ്ത പോലെ നമുക്ക് ആ ഒരു ടൗൺ അത്രമേൽ പരിചിതമാവും. ഏതൊരു സ്ഥലത്ത് ആരുടെയൊക്കെ വീടാണ്, എവിടെയൊക്കെയാണ്, എന്തൊക്കെ സ്ഥലങ്ങളാണുള്ളത്, ആ ഒരു വീടുകൾ, പിന്നെ ആ ഒരു കോളനി ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സ്ഥലവും നമ്മുടെ മൈൻഡിൽ കൃത്യമായിട്ട് രജിസ്റ്റർ ആവും. നമ്മൾ കൃത്യമായിട്ട് ആ ഒരു സ്ഥലത്ത് പോയി വന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുക സീരീസ് കാണുമ്പോൾ. ഡിപ്പാർട്ട്മെന്റ് കിടിലമായിട്ടുള്ളൊരു പരിപാടി തന്നെ ചെയ്തിട്ടുണ്ട്. ചില സീക്വൻസുകളിലൊക്കെ ചില ഇഞ്ചുറി പറ്റിയ ആൾക്കാരുടെ ഒരു മുഖവും പരിപാടികളൊക്കെ കാണിക്കുമ്പോൾ അത് CGI ഉപയോഗിക്കാതെ കൂടുതലും ആ ഒരു പ്രോസ്തറ്റിക് പ്രാക്ടിക്കൽ പരിപാടിയിൽ പിടിച്ചിട്ട് ചെയ്തിട്ടുള്ള പരിപാടികളൊക്കെ നല്ല ഇൻറ്റൻസ് ആയിട്ട് തന്നെ സീരീസിൽ വന്നിട്ടുണ്ട്. പോസിറ്റീവില് പിന്നെ എനിക്ക് ബോണസ് ആയിട്ട് പറയാനുള്ളത് ചില നൈസ് ഹ്യൂമറുകളുണ്ട് ചില സ്ഥലത്ത്. എന്താ പറയുക, അത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സ്ഥലത്ത് വരുന്ന ചില ഹ്യൂമറുകളാണ്. അത് നല്ല രീതിക്ക് എൻജോയബിളുമാണ്. ഇതിന് മുമ്പത്തുള്ള സീസണുകളെ അപേക്ഷിച്ച് ഇതിൽ അത് കുറച്ച് കൂടുതലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. 3 സീസണുകൾ കടന്ന് 4ാമത്തെ സീസൺ എത്തിയിട്ടും ഇപ്പോഴും ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ ഇതിലെ ക്യാരക്ടേഴ്സിന് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് അവർ ഫ്രസ്ട്രേറ്റഡ് ആണ് എന്നതിനേക്കാൾ ഉപരി നമ്മളും ഫ്രസ്ട്രേറ്റഡ് ആണ്. സോ അതിൽ വെച്ച് അവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളുള്ള ചില ഹ്യൂമറുകളൊക്കെ നൈസായിരുന്നു. ഇതിൽ കവിഞ്ഞ് എനിക്ക് ഒരു സീരീസിന്റെ ഈ സീസണിൽ നിന്നും പോസിറ്റീവായിട്ട് ഒന്നും തന്നെ പറയാനില്ല. അല്ല, ഞാൻ അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുമോ, ഇതിന്റെ റൈറ്റേഴ്സിന് വല്ല പിടിയുണ്ടോ ഈ ഒരു സീരീസ് എങ്ങോട്ടാ കൊണ്ടെത്തിക്കേണ്ടത്? ഇതിൽ കാണിച്ചിട്ടുള്ള മിസ്റ്ററീസ് എല്ലാം ഇനി അൺലോക്ക് ആക്കാനായിട്ട് അടുത്തതിന് ഫൈനാലെ സീസൺ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു മൂഡിൽ എങ്ങനെയാണ് ഇത്ര കണ്ട് മിസ്റ്ററീസ് ഇവർ അൺലോക്ക് ആക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഓരോ എപ്പിസോഡുകളും ഏതാണ്ട് 1 മണിക്കൂറിനടുത്ത് തന്നെ ഉണ്ട്. 1 മണിക്കൂർ ഇല്ലെങ്കിൽ തന്നെ ഒരു 50 മിനിറ്റ് മിനിമം എല്ലാ എപ്പിസോഡുകളും തന്നെ ഉണ്ട്. സോ ഈ ഒരു 50 എപ്പിസോഡുകൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ തന്നെ ഇപ്പം തന്നെ ഈ സീരീസിനെ വേണമെങ്കിൽ കെട്ടിപ്പൂട്ടി കളയാൻ പറ്റും. ബട്ട് എന്നാൽ പോലും അവർ അതിന് ശ്രമിക്കുന്നില്ല. എങ്ങനെ ക്യാരക്ടേഴ്സിനെ കൊണ്ട് സീരീസിന് യാതൊരു വിധത്തിലുള്ള ഗുണം ഉണ്ടാക്കാത്ത രീതിയിലുള്ള കൊണയടിച്ചുകൊണ്ട് ടൈമിന് ഇങ്ങനെ ലാഗാക്കി കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളൊരു കാര്യത്തിൽ റൈറ്റേഴ്സ് PhD എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലെ കോൺവെർസേഷൻ സീക്വൻസുകളാണ് ഈ ഒരു സീരീസിന്റെ മേജർ നെഗറ്റീവ് എന്ന് എനിക്ക് പറയാനായിട്ട് തോന്നുന്നു. ഇപ്പം ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരാൾ പെട്ടു പോവുകയാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് വിചാരിക്കുക. അവിടെ വെച്ച് നിങ്ങൾക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായാൽ നിങ്ങൾ മാക്സിമം എന്താ ചെയ്യുക? ഇത് കൂടുതൽ ആളുകളിലേക്ക് ആ ഒരു ഇൻഫർമേഷൻ എത്തിക്കാനല്ലേ നോക്കുക. ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചിട്ട് ഈ സ്ഥലത്ത് നിന്ന് എന്തായാലും എസ്കേപ്പ് ആയിട്ട് പോകാനായിട്ട് പറ്റത്തില്ല. സോ നമുക്കുണ്ടായ എക്സ്പീരിയൻസ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് അടുത്ത ആൾക്കാർ ഒരു ഇൻഫർമേഷൻ കൊടുക്കുമ്പോഴാണ് എല്ലാവരും കൂടെ ആലോചിച്ച് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എടുത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ പക്ഷേ ഇങ്ങനെ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കഴിഞ്ഞാൽ സൊല്യൂഷൻ പെട്ടെന്ന് കണ്ടുപിടിച്ച് സീരീസ് പെട്ടെന്ന് തീർക്കേണ്ടി വരുമല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റൈറ്റേഴ്സ് ചെയ്തിരിക്കുന്ന മെയിൻ പരിപാടിയാണ് ആരും ഒന്നും ഷെയർ ചെയ്യത്തില്ല. ഒരാൾക്കൊരു പ്രത്യേക എക്സ്പീരിയൻസ് ഉണ്ടായി വേറൊരാൾ വന്ന് എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അത് ദേവ്ജി മോഡിൽ എല്ലാവരും ഒഴിവാക്കി വിടുന്ന രീതിയിലാണ് ഇതിൽ എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അത് പുറത്ത് കാണിക്കാതിരിക്കാനെങ്കിലും നോക്കണ്ട. ഇത് അത് പറ്റത്തില്ല. മിസ്റ്ററി കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന പോലെ കാണിക്കും. അതിൻ്റെ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റത്തില്ല. വിക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മച്ചാനുണ്ട് ഇതിൽ. പുള്ളിയെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ ഇതിൽ മോൺസ്റ്റേഴ്സിനെ കാണിക്കുമ്പോൾ പോലും ഞാൻ ഇത്ര പേടിച്ചിട്ടില്ല. അത്ര കണ്ടൊരു വെറുപ്പീരി ക്യാരക്ടർ, പേടിയല്ല, ഒരു എന്താ പറയുക, ഒരു ഇറിറ്റേഷനാണ് പുള്ളി സ്ക്രീനിൽ വരുമ്പോൾ. ആ ആക്ടർ അത് കിടിലമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളി കിടിലമായിട്ട് പെർഫോം ചെയ്യുന്നത് ഈ ഒരു സ്ക്രിപ്റ്റിലാണ് എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അതായത് പുള്ളിക്ക് എല്ലാം അറിയാം, എല്ലാ കാര്യത്തെക്കുറിച്ചും പുള്ളിക്ക് ഒരു ചെറിയ ഐഡിയ ഉണ്ട്. പക്ഷെ പുള്ളിക്ക് അത് പറയാൻ പറ്റത്തില്ല. വിക്കി പുള്ളി പറയുന്നത് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ലെന്നാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു വാണിംഗ് പോലെ പറയുകയാണ്, ഈ ഒരു വിക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ സ്ക്രീനിൽ വരുവാണെങ്കിൽ നിങ്ങൾ ദയവായി ഫോൺ കയ്യിൽ പിടിച്ച് കാണരുത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് എവിടെയെങ്കിലും കെട്ടിയിട്ടെങ്ങനെ കാണും. EMI എടുത്ത് നിങ്ങൾ തന്നെ എടുത്ത ഫോണാണ്, നിങ്ങൾ തന്നെ അത് എറിഞ്ഞുടക്കി ഈ പുള്ളിയുടെ പെർഫോമൻസ് കാണുമ്പോൾ. ഇങ്ങനെ ഈ ഒരു സീരീസിൽ ഓരോ ക്യാരക്ടറിനെ എടുത്ത് ഒരു 10 മിനിറ്റ് വെച്ച് സംസാരിക്കാനുള്ള സംഭവ വികാസങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു സീരീസിലെ ഏതെങ്കിലും 2-3 ക്യാരക്ടേഴ്സിൻ്റെ സീക്വൻസ് വരുമ്പോൾ ഓഡിയൻസിന് ലാഗ് അടിക്കുന്നത് സ്വാഭാവികം. ബട്ട് ഒരു സീരീസിലെ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ ഏതൊരു സൈഡ് കാണിച്ചാലും ഇങ്ങനെ ലാഗ് ആവുന്നത് ഈ ഒരു സീരീസിന് മാത്രം സ്വന്തം. ലോജിക്കില്ലാത്ത കൊണയടിച്ചുകൊണ്ട് ഒരു സൈഡിൽ കൂടെ ലാഗ് കൂട്ടുമ്പോൾ മറ്റൊരു സൈഡിൽ ലാഗ് കൂട്ടാനായിട്ട് ഇവർ ഉപയോഗിച്ചിരിക്കുന്നതാണ് അസ്ഥാനത്തുള്ള ബിൽഡപ്പ്. അതായത് ജാതി ബിൽഡപ്പാണ്. ഓരോ ജാതി സീനുകൾക്കൊക്കെ വെറുതെ ഇങ്ങനെ ബിൽഡപ്പ് കൊടുത്തുകൊണ്ടിരിക്കും. അറ്റ് ലാസ്റ്റ് ആ ഒരു ബിൽഡപ്പ് കഴിഞ്ഞ ആ ഒരു പേ ഓഫ് സീക്വൻസ്
ക്വസ്റ്റ്യൻസ് വരുമല്ലോ. ഇത്ര നേരം നമ്മളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് റിവീൽ ചെയ്യുന്ന ഒരു സീക്വൻസ് അത് കാണുമ്പോൾ ഈ ഇതിന് വേണ്ടിയിട്ടാണ് ഇത്ര നേരം നോക്കിയിരുന്നെന്നുള്ളൊരു രീതിക്കായിരിക്കും. ഇതിൽ തന്നെ ഒരു പെണ്ണുമ്പള ഒരു സാധനം ഉണ്ടാക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. 2-3 എപ്പിസോഡുകളാണ് അതിന് വേണ്ടി എടുക്കുന്നത്. നമ്മളും ഓക്കെ ഇതെന്തോ വലിയ കാര്യമാണ് ഉണ്ടാക്കുന്നത്, സീരീസിൽ എന്തെങ്കിലും മെയിൻ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഇവന്റിൽ ഈ ഒരു സംഭവം വെച്ച് എന്തെങ്കിലും ചെയ്യാനായിരിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ നോക്കിയിരുന്ന അറ്റ്ലാസ്റ്റ് ഈ പുള്ളിക്കാരി എന്താണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുമ്പോൾ ഒരു ആ പുള്ളിക്കാരിക്ക് പേടിക്കുമ്പോൾ ആ പാവയോട് സംസാരിച്ച് പേടി മാറ്റാൻ പറ്റുമോ അത്ര. ഐ വാസ് ലൈക്ക് ഇതെന്തോന്ന് ഇവർ ഉദ്ദേശിക്കുന്നു എന്നുള്ളൊരു രീതിക്ക് ഇങ്ങനെ സ്റ്റക്കായി പോയി. ആ ഒരു സീക്വൻസ് ഒക്കെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി തന്നെ എനിക്ക് കുറേ സമയം എടുത്തു. ഇതുപോലുള്ള ഒരുപാട് സീക്വൻസുകളുണ്ട്, ഒരു ലക്കും ലഗാനും ഇല്ലാത്ത കുറേ സീക്വൻസ്. മറ്റൊരു സൈഡിലാണെങ്കിൽ മിസ്റ്ററികൾക്ക് ഒരു പഞ്ഞമില്ല. 1, 2, 3 സീസണുകളിലുള്ള മിസ്റ്ററികൾ തന്നെ കെട്ടിക്കിടക്കുവാണ്. അതിൽ കൂടാതെ ഇപ്പോൾ വീണ്ടും മിസ്റ്ററികൾ ഇങ്ങനെ എണ്ണിപ്പറക്കി കൊടുക്കുവാണ്. ഈ മിസ്റ്ററികൾ ഒരു സൈഡിൽ കൂടെ കൊടുക്കുന്നത് ഓക്കെ, ബട്ട് മറ്റൊരു സൈഡിലെ മിസ്റ്ററികൾ ഇങ്ങനെ അഴിച്ചു വിടണ്ടേ? ലോസ്റ്റിന്റെ ക്രിയേറ്റേഴ്സ് എടുക്കുന്ന സീരീസ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സീരീസിലെ മിസ്റ്ററികൾക്ക് പഞ്ഞം ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം പകൽ പോലെ സത്യമാണ്. ബട്ട് ലോസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിസ്റ്ററി ഒരു സൈഡിൽ കൂടെ വരുവാണെങ്കിൽ അപ്പുറത്ത് 2 മിസ്റ്ററിയുടെ ചുരുൾ അവർ അഴിച്ചിട്ടുണ്ടാവും. ബട്ട് ഇവിടെ വേറെ നേരെ തിരിച്ചാണ്. ഞാൻ പറയുന്നത് ഒരു സീസണിലോ അല്ലെങ്കിൽ ഒരു എപ്പിസോഡിലോ മൊത്തം മിസ്റ്ററി അൺലോക്ക് ആക്കി സീരീസിനെ മൊത്തം അങ്ങ് മനസ്സിലാക്കി തരണമെന്നല്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു സീരീസ് എന്തിനെ നോക്കിയാണ് ഒരു എൻഡ് ഗോൾ എന്താണെന്നുള്ളതെങ്കിലും സീസൺ 4 തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. അതും ഒരു എപ്പിസോഡിന് ഏതാണ്ട് 1 മണിക്കൂറിനടുത്ത് ഡ്യൂറേഷൻ എടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടും ഇതിനോടൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവേണ്ടതാണ്. ബട്ട് ഇപ്പോഴും നമ്മൾ എന്താണ് ഈ ഫ്രമിൽ നടക്കുന്നതെന്ന് ഒരാളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സീസൺ 4 കണ്ടു കഴിഞ്ഞ ആൾക്ക് പോലും ഒന്നും പറയാൻ പറ്റത്തില്ല. ഫസ്റ്റ് സീസണിൽ എന്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ അത്രയൊക്കെ തന്നെ ഉള്ളു. ഫസ്റ്റ് സീസൺ വാസ് എ ബെഞ്ച് മാർക്ക് എന്ന് നിസ്സംശയം പറയാൻ പറ്റും. ബട്ട് സീരീസ് ഇങ്ങനെ പോകെ അതിൻ്റെ ആ ഒരു എസൻസ് അവർ തന്നെയായിട്ട് കുളം തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് സീസണിൽ എന്തൊക്കെ നമ്മൾ ഭയങ്കര ഫ്രഷ് ആയിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടോ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഫ്രഷ് എന്ന് പറയുന്ന അവസ്ഥയിലോട്ട് എത്തി. ബട്ട് ഇപ്പോഴും ഞാൻ പറയുന്നു സീസൺ 5 ഇതിൻ്റെ ഒരു ഫിനാലെ ആണെന്നുള്ള രീതിക്കാണ് ഇതിൻ്റെ ക്രൂവിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ ആ ഒരു സീസൺ വേണമെങ്കിൽ ഇവർക്കൊരു പീക്ക് മോഡിലോട്ട് ഈ ഒരു സീസണ് കംബാക്ക് അടുപ്പിക്കാൻ പറ്റും ഈ ഒരു സീരീസിനെ. അതിനുവേണ്ടി ഇവർ കൂടുതലായിട്ട് ഒന്നും ചെയ്യേണ്ട. ഇതിൻ്റെ റൈറ്റേഴ്സിന് ഇതിൽ അവർ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മിസ്റ്ററീസിൻ്റെ ഒരു പേ ഓഫ് അല്ലെങ്കിൽ ആ ഒരു മിസ്റ്ററി എവിടെ കൊണ്ടാണ് അവസാനിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ ഇതിൻ്റെ റൈറ്റേഴ്സിന് ഐഡിയ ഉണ്ടെങ്കിൽ അവർ അടുത്ത സീസണിലെങ്കിലും അതിനെ ഫോക്കസ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഒരു സീരീസ് വീണ്ടും പീക്കിലേക്ക് കയറും. ഞാനത് പറയാൻ കാര്യം ഇത്രയും മിഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഈ ഒരു സീസണിൽ പോലും ഇതിൻ്റെ അവസാനത്തെ 2 എപ്പിസോഡുകളിൽ കുറച്ചധികം ഇവൻറ്റ്സ് ഉണ്ടാവുന്നുണ്ട്, കുറച്ചധികം ആക്ടിവിറ്റീസിൽ ഇതിലെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അത് തന്നെ നമുക്കൊരു റിലാക്സേഷൻ ആയിരുന്നു. കാരണം അത്ര വേണ്ടി നമ്മൾ ഫെഡപ്പായി ഇതുവരെയുള്ള ആ ഒരു 8 എപ്പിസോഡുകൾ കണ്ട് നമുക്ക് വയ്യാണ്ടായി ലിറ്ററലി. സോ അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ കുറച്ചധികം ആക്ടിവിറ്റീസും പരിപാടികളൊക്കെ ഉണ്ടാകുന്ന ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ അത് തന്നെ ഭയങ്കര ഫ്രഷ് ആയിട്ട് തോന്നിയായിരുന്നു. സോ ആ ഒരു രീതിക്ക് അടുത്ത സീസണിലെ എല്ലാ എപ്പിസോഡും കൊണ്ടുപോകാൻ പറ്റി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഈ ഒരു സീരീസിൻ്റെ കംബാക്ക് എന്ന് വിലയിരുത്തപ്പെടേണ്ട ഒരു അവസ്ഥയായിരിക്കും. CID മ്യൂസിലൊരു സീക്വൻസില്ലേ, മറ്റേ ഫ്ലാറ്റിൽ ബോംബ് പൊട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബിന്ദു പണിക്കർ അവിടെ നിന്ന് എമർജൻസി ഫ്രിഡ്ജ് പരിപാടികളൊക്കെ ഇങ്ങനെ വാരി കൂട്ടിയെടുക്കുന്ന ഒരു പരിപാടി, ആ ഒരു ട്രാക്കിലാണ് ഇപ്പോൾ ഈ ഒരു സീരീസ് പോകുന്നത്. അയ്യോ അവിടെ ഒരു മിസ്റ്ററി, ഇവിടെ ഒരു മിസ്റ്ററി, അപ്പുറത്തൊരു മിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് തന്നെ ഇങ്ങനെ മിസ്റ്ററി വെച്ച് ഇങ്ങനെ ഒരു ഒർഗാസ് അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു മിസ്റ്ററി 10 വയ്ക്കുമ്പോൾ ആ ബാക്കിലുള്ള ഒരു 2 മിസ്റ്ററി സോൾവ് ആക്കാൻ നോക്കട്ടെ, അത് പറ്റത്തില്ല. ഞങ്ങൾക്ക് മിസ്റ്ററി ഉണ്ടാക്കാനല്ലേ അറിയുള്ളൂ, അല്ലാണ്ട് സോൾവ് ചെയ്യാൻ അറിയില്ലല്ലോ. സീരീസ് കംബാക്ക് അടിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഞാൻ നേരത്തെ പങ്കുവെച്ചു. എന്നാൽ പോലും സീസൺ 5 എന്ന് പറയുമ്പോൾ ഒരു ലോഡ് മിസ്റ്ററിയാണ് കെട്ടിക്കിടക്കുന്നത്. ഇതെല്ലാം അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ലിറ്ററലി തോന്നുന്നില്ല. ലോസ്റ്റ് തന്നെ 10 സീസണിൻ്റെ അടുത്ത് എടുത്തിട്ട് അവർക്ക് പറ്റിയിട്ടില്ല. സോ അത് ഇവർക്ക് പറ്റുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും. എന്തായാലും അധികമായ അമൃതും വിഷം എന്ന് പറഞ്ഞിട്ടൊരു ചൊല്ലുണ്ട്. സോ ഫസ്റ്റ് സീസണിൽ എന്താണോ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടത് അത് തന്നെ പിന്നെയും കൊടുത്താൽ മതി എന്നുള്ളൊരു രീതിക്ക് വീണ്ടും അടുത്തടുത്ത സീസണിൽ അത് തന്നെ കുത്തിക്കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് ലിറ്ററലി ആൾക്കാർക്ക് വയ്യാണ്ടാവും. ആ ഒരു രീതിക്കാണ് ഇപ്പോൾ സീസൺ 4 എത്തി നിൽക്കുന്നത്. സോ അതൊക്കെ തന്നെയാണ് സീരീസ് കണ്ടപ്പോൾ എനിക്ക് പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ അവർക്ക് പാളിയ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സീസൺ 5 ഓൾറെഡി അത് എടുത്ത് കഴിഞ്ഞു എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ആർക്കെങ്കിലും അറിയെങ്കിലും പറഞ്ഞു വെച്ചോളൂ. സോ എടുത്ത് കഴിഞ്ഞെങ്കിൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ എടുത്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി എടുക്കാൻ പോവുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും. സോ അപ്പോൾ അതൊക്കെ തന്നെയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. സോ സീരീസ് കണ്ട ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തോന്നിയോ എന്നുള്ളൊരു കാര്യങ്ങളും സീസൺ 5 ഒരു ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്കുണ്ടോ എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ട് മൊത്തത്തിൽ സീരീസിൻ്റെ ഒരു ഔട്ട്ലുക്ക് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.